ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒന്നും ഉള്ളി ഒന്നും വഴറ്റാതെയൊക്കെ തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി കുറച്ച് ഇതുപോലെ വെള്ളം തിളച്ച് വന്നപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ മസാലകളോ ഓയിലോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അരി എടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള അരി, പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകാത്ത അരി തന്നെ എടുക്കണം കേട്ടോ. മന്തി റൈസ്, വൈറ്റ് സെല്ല റൈസ് അല്ലെങ്കിൽ ഗോൾഡൻ സെല്ല റൈസ്, ഉടഞ്ഞു പോകാത്ത രീതിയിലുള്ള അരി എടുക്കുക. കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചിക്കൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ സ്പൂൺ വീതം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, പെപ്പർ പൗഡർ, അതുപോലെ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു 1/4 ഭാഗം, അത് നിർബന്ധമില്ല, പക്ഷെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മാഗി ക്യൂബ് നമ്മൾ ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർക്കണം, അതല്ലെങ്കിൽ അത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പോയി കട്ട പിടിച്ച് കിടക്കും. അതിനോടൊപ്പം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ഇത് 3ഉം കൂടി ചതച്ചതിൽ നിന്നും ഒരിത്തിരി എടുത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്, ടൊമാറ്റോ, ഒണിയൻ, അതിൻ്റെ ഓരോ ചെറിയൊരു പോർഷനും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കാം, മാഗി ക്യൂബിൽ അത്യാവശ്യം നന്നായിട്ട് ഉപ്പുണ്ടാവും കേട്ടോ. ഇനി കൈ വെച്ച് ഇതിൻ്റെ ജ്യൂസൊക്കെ നന്നായിട്ടൊന്ന് വരുന്ന രീതിയിൽ ഒന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ട് മാറ്റി വെക്കാം. ആ സമയത്ത് നമ്മുടെ റൈസൊക്കെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. റൈസ് ഊറ്റി വെക്കുമ്പോൾ 1/4 ഭാഗം മാത്രമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ കുക്കറിൽ ചേർത്തിട്ടാണ് വേവിക്കണത്. അപ്പോൾ അതുകൊണ്ട് ഒരു മാക്സിമം ഒരു 2 മിനിറ്റ്, അതിൽ കൂടുതൽ വെള്ളത്തിലിടരുത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിലും, പിന്നെ കുറച്ച് അതിൻ്റെ ഏലക്കയുടെ പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഫുള്ളായിട്ടാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ചെറിയ ജീരകവും കൂടി ചേർത്തിട്ടുണ്ട്. ഈ 3 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ നമ്മൾ ഇതിൽ ചേർക്കണുള്ളൂ. ഇനി ഓയിലൊന്നും അഡീഷണലായിട്ട് ചേർക്കണില്ല. സിമ്മിൽ വെച്ചതിന് ശേഷം ഗരം മസാല ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ അങ്ങനെ ഒരുപാട് മാറിനേറ്റ് ചെയ്ത് ടൈമൊന്നും എടുത്ത് റെസ്റ്റ് ചെയ്യാനൊന്നും കൊടുക്കണ്ട. നമ്മൾ അരിയൊക്കെ ഊറ്റി വരുന്ന ഒരു ടൈമിൽ അത്രയും മതി. ഇനി ചിക്കൻ ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. മുകളിൽ കൂടി കിടക്കുന്ന രീതിയിലാവാതെ നിരത്തിയിട്ട് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം കൂട്ടി തന്നെ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ചിക്കൻ ഒരു ഇത്തിരി സമയം കഴിയുമ്പോൾ, ഇത്തിരി സമയം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് ഒന്ന് തിരിച്ചിട്ടും കൂടി കൊടുത്താൽ മതി. അപ്പോൾ ചിക്കൻ്റെ ഒരു പിങ്കിഷ് കളറൊന്ന് ചേഞ്ച് ആയിട്ട് വന്നോട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, ഒട്ടും വെള്ളമൊന്നും വന്നിട്ടില്ല. സിമ്മിലിട്ടിട്ടുണ്ടെങ്കിൽ ചിക്കനിൽ ഫുള്ള് വെള്ളമായി പോകും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു പെർഫെക്ഷനിൽ കിട്ടില്ല. അതിന് ശേഷം ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ 1/4 ഭാഗം മാത്രം വെന്തിട്ടുള്ള റൈസ് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. നല്ല ലൂസി ടെക്സ്ചറിൽ തന്നെ റൈസ് കിടക്കണം. പിന്നെ നമ്മൾ ബാക്കിയുള്ള ആ ഒരു മാഗി ക്യൂബിൻ്റെ 1/4 ഭാഗം മാത്രമല്ലേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റേ ഒരു പോർഷൻ ഈ റൈസിൻ്റെ മുകളിലേക്കും, പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു സ്മോക്കിങ് കൂടി കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ആ ഒരു മസാലയൊക്കെ തേച്ച ഒരു ടേബിൾ സ്പൂൺ ഓയിലൊക്കെ ഉണ്ടാവുള്ളൂ. വെള്ളത്തിൽ മാത്രം ആ മസാല കഴുകിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയൊരു ചിരട്ടയുടെ പീസ് ഒന്ന് കത്തിച്ചിട്ട് ഞാൻ ഇത്തിരി ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാനതൊന്നും കൂടി തുറന്നിട്ട് പച്ചമുളകൊക്കെ ചേർത്ത് ഒന്ന് സ്മോക്ക് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഓഫാക്കിയിട്ട് അതിൻ്റെ എയർ ഫുള്ളായിട്ടും പോയതിന് ശേഷം മാത്രം തുറന്നു കൊടുത്താൽ മതി. ഒരു 15 മിനിറ്റിന് ശേഷം മാത്രം തുറന്നു കൊടുക്കുക. അപ്പോഴേക്കും നന്നായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ റൈസ് കിട്ടും. അപ്പോൾ ഞാനത് വാഴയിലാണ് സെർവ് ചെയ്തത്. അപ്പോൾ വാഴയിലയിൽ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വാടിയൊരു സ്മെല്ലും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇതിന് പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് ഓണിയനും ടൊമാറ്റോ മാത്രം കട്ട് ചെയ്ത് ചേർത്ത് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി വേണമെന്നുള്ളവർക്ക് മയോനൈസും അറബിക് സാലഡൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പെട്ടെന്ന് കുട്ടികളൊക്കെ നമുക്കൊരു മന്തി കഴിക്കണമെന്ന് തോന്നുമ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നതിനേക്കാളും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ റെസിപ്പി. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ട് പിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനോട് കൂടി റൈസും ഒക്കെ ഉണ്ട്. നമ്മളൊരുപാട് സമയം വഴറ്റിയൊന്നും ടൈം കളയണ്ട.
ഓയിൽ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് കുക്ക് ചെയ്യാത്ത രീതിയിൽ ഊറ്റിയെടുക്കുക. അതുപോലെ ചിക്കൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചെറിയ നെയ്യോടുകൂടിയുള്ള പീസൊക്കെ ചേർത്ത് കൊടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു.